ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ കുറേ പേരായിട്ട് കാത്തിരുന്ന SSC MTS മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10ാം ക്ലാസ് ആണ്. അപ്പോൾ 10ാം ക്ലാസ് ക്വാളിഫിക്കേഷനുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സെൻട്രൽ ഗവൺമെന്റ് ജോബാണ്. അപ്പോൾ ഇതിന്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. മൾട്ടി ടാസ്കിംഗ് നോൺ ടെക്നിക്കൽ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെതാണ്. അപ്പോൾ ആദ്യം തന്നെ എന്ന് മുതൽ എന്ന് വരെ അപ്ലൈ ചെയ്യാം എന്നുള്ളത് പറയാം. മാർച്ച് 22 മുതൽ ഏപ്രിൽ 30 വരെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഏകദേശം 1 മാസക്കാലത്തോളം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി ഓൺലൈൻ ഫീസ് ഉണ്ട്, അത് 100 രൂപയാണ് ഫീസ്. മെയിൽ കാൻഡിഡേറ്റ്സിനാണ് ഫീസ് ഉള്ളത്. ബാക്കി വിമൻ കാൻഡിഡേറ്റ്സിന്, എക്സ് സർവീസ്മെനിന്, അതുപോലെ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊന്നും ഫീസ് ഇല്ല. ഓക്കെ, മെയിൽ കാൻഡിഡേറ്റ്സിനുണ്ടെങ്കിലും 100 രൂപയാണ് ഫീസ് വരുന്നത്. അപ്പോൾ ഓൺലൈനായിട്ടാണ് ഫീ പേയ്മെന്റ് അടയ്ക്കേണ്ടത്. ഫീ പേയ്മെന്റ് 2/5/2022 വരെ അടയ്ക്കാം. ഓഫ്ലൈൻ ചെല്ലാനാണെങ്കിൽ 3/5/2022 വരെ. അതുപോലെ ചെല്ലാൻ ഡ്യൂറിങ് വർക്കിംഗ് ബാങ്ക് അവേഴ്സ് ആണെങ്കിൽ 4/5/2022 വരെ. എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ മെയ് മാസം 5-ാം തീയതി മുതൽ 9-ാം തീയതി വരെ തിരുത്താനും അവസരമുണ്ട്. 2 ടയർ ആയിട്ടാണ് എക്സാം വരുന്നത്, അതായത് 2 ലെവലായിട്ടാണ് എക്സാം വരുന്നത്. ആദ്യത്തെ ലെവൽ ടയർ 1 എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആയിരിക്കും. അത് ജൂലൈ മാസമാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്, 2022 ജൂലൈ മാസം. അത് കഴിഞ്ഞ് രണ്ടാമത്തെ പേപ്പർ ടയർ 2 എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് ആണ്. അതൊരു എസ്സേയും ഒരു ലെറ്ററും എഴുതാനുള്ള ഒരു ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആണ്. അതായത് 50 മാർക്ക്, 25 വീതം എസ്സേക്കും ലെറ്ററിനും, 45 മിനിറ്റ്സിന്റെ ഒരു പരീക്ഷ, പെൻ ആൻഡ് പേപ്പർ മോഡ് എക്സാം ആയിരിക്കും. ഈ 2 പരീക്ഷ മാത്രമേ കാണത്തുള്ളൂ. ശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വേക്കൻസി ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് MTSഉം അതുപോലെ ഹവൽദാർ ഇൻ CBIC ആൻഡ് CBN. അപ്പൊ ഹവൽദാറിന്റെ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് 3603. MTSൻ്റെത് കാൽക്കുലേറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. ഏകദേശം നല്ലൊരു നമ്പർ ഓഫ് വേക്കൻസി തന്നെ MTSനും എപ്പോഴും റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ഇന്ത്യയിലെ നമ്പർ 1 ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിൽ ഇനി വരാനിരിക്കുന്ന എല്ലാ കേരള PSC പരീക്ഷകൾക്കും വേണ്ടിയിട്ട് ഉടനെ തന്നെ ബാച്ച് കോഴ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു അടിപൊളി ഓഫറും കൂടെ വന്നിട്ടുണ്ട്. അതായത് മാർച്ച് 14 മുതൽ 16 വരെ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്ന ആൾക്കാർക്ക് 20% ഡിസ്കൗണ്ട് ആണ് കിട്ടാൻ പോകുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ക്രെഡിറ്റ് പോയിന്റ്സ് കൂടെ കൊടുക്കുകയാണെങ്കിൽ എക്സ്ട്രാ 9%, അങ്ങനെ 29% ഡിസ്കൗണ്ട് ആണ് കിട്ടാൻ പോകുന്നത്. ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ബാച്ച് കോഴ്സസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, മാർച്ച് 16-ാം തീയതി SCRTക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു 150 ഡേ കംപ്ലീറ്റ് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ കോഴ്സ് നിങ്ങൾക്ക് 29% ഡിസ്കൗണ്ടിൽ ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്താൽ കിട്ടാവുന്നതാണ്. അതുപോലെ മാർച്ച് 9-ന് ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ട് ഓൾറെഡി ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും സബ്സ്ക്രിപ്ഷൻ എടുക്കുന്ന സമയം തൊട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. 10th ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ട് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. KS എക്സാം പ്രിലിംസിനും മെയിൻസിനും വേണ്ടിയിട്ട് ബാച്ച് കോഴ്സ് ഉണ്ട്. SCRTക്ക് വേണ്ടിയിട്ട് ഓൾറെഡി ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ബെവ്കോ LD എക്സാം മുതലായ എല്ലാ പരീക്ഷകൾക്കും വേണ്ടിയിട്ട് ബാച്ച് കോഴ്സസ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ 29% ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്താൽ മതി. ഓക്കെ. ഇനി ഏജ് നോക്കാം. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 മുതൽ 25 വയസ്സ് വരെ ഉള്ളവർക്കും അതുപോലെ 18 മുതൽ 27 വയസ്സ് വരെ ഉള്ളവർക്കും 2 കാറ്റഗറി ആയിട്ടാണ് വരുന്നത്. അത് 18 മുതൽ 25 വയസ്സ് എന്ന് പറയുമ്പോൾ MTS ആൻഡ് ഹവൽദാർ ഇൻ CBN ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂ. 18 മുതൽ 27 വയസ്സ് എന്ന് പറയുന്ന ഹവൽദാർ ഇൻ CBIC ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂ ആൻഡ് ഫ്യൂ പോസ്റ്റ് ഓഫ് MTS. ഇങ്ങനെയാണ് ഏജ് വരുന്നത്. ഏജ് റിലാക്സേഷൻ ഉണ്ട്. SC ST കാറ്റഗറി ആണെങ്കിൽ 5 വയസ്സ്, OBC ആണെങ്കിൽ 3 വയസ്സ്, PWD പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി അൺറിസർവ്ഡ് ആണെങ്കിൽ 10 വർഷം, PWD OBC ആണെങ്കിൽ 13 വർഷം, PWD SC ST ആണെങ്കിൽ 15 വർഷം, എക്സ് സർവീസ് മെൻ ആണെങ്കിൽ 3 വർഷം. അങ്ങനെ ഒരുപാട് രീതിയിലുള്ള റിസർവേഷൻസും ഉണ്ട്. ഓക്കെ, ഇനി ഇതിന്റെ ക്വാളിഫിക്കേഷൻ ഞാൻ പറഞ്ഞതുപോലെ ദ കാൻഡിഡേറ്റ്സ് മസ്റ്റ് ഹാവ് പാസ് മെട്രിക്കുലേഷൻ എക്സാമിനേഷൻ ഓർ ഇക്വലന്റ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് ബോർഡ്. അതായത് SSLC പാസ്സായിരിക്കണം. അതാണ് ഇതിന്റെ
എന്തെന്ന് പറയുന്നത്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്ന് ചോദിച്ചാൽ https://ssc.nic.in എന്ന വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഓൾറെഡി നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ളവർ, അതായത് ഓൾറെഡി SSCയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള രജിസ്ട്രേഷൻ ഐഡിയും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്തിട്ട് അപ്ലൈ ചെയ്താൽ മതിയായിരിക്കും. അതുപോലെ ന്യൂ ആയിട്ട് രജിസ്റ്റർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഫോട്ടോസും സിഗ്നേച്ചറും ഒക്കെ അപ്ലോഡ് ചെയ്ത് നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫീസ് ഞാൻ പറഞ്ഞതുപോലെ 100 രൂപയാണ് ഫീസ്. വിമൻ കാൻഡിഡേറ്റ്സ് ബിലോങ്ങിങ് ടു ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി, എക്സ് സർവീസ് മെൻ, ഇവർക്കൊന്നും എന്ത് വേണ്ട, ഫീസിന്റെ ആവശ്യം ഇല്ല. അപ്പോൾ ഫീ ഓൺലൈനായിട്ട് അടയ്ക്കാം. ഭീം, UPI, നെറ്റ് ബാങ്കിങ്, വിസ, മാസ്റ്റർ കാർഡ്, മാസ്ട്രോ, റൂപേ ക്രെഡിറ്റ്, ഡെബിറ്റ് കാർഡ് ഓർ ത്രൂ ക്യാഷ് ഇൻ SBI ബ്രാഞ്ചസ് ബൈ ജനറേറ്റിംഗ് SBI ചെല്ലാൻ. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ഒക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ എല്ലാവരും അപ്ലൈ ചെയ്യുക. 100 രൂപയേ ഉള്ളൂ ഫീസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കേരള കർണാടക റീജിയൻ, ഇപ്പൊ കേരളത്തിലുള്ള ആൾക്കാരായതുകൊണ്ട് നിങ്ങൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് കേരള കർണാടക റീജിയൻ ആയിരിക്കണം. കേരള കർണാടക റീജിയൻ എന്ന് പറയുമ്പോൾ ലക്ഷദ്വീപ്, കർണാടക, കേരള ഈ 3 സ്ഥലത്തായിരിക്കും നിങ്ങൾക്ക് പോസ്റ്റിംഗ് ലഭിക്കുന്നത്. അതുപോലെ എക്സാമിനേഷൻ സെന്റേഴ്സ് ലഭിക്കുന്നത് ഈ 3 സ്ഥലത്തും തന്നെയായിരിക്കും. കവരത്തി, ബെൽഗാവി, ബംഗളൂരു, ഹുബള്ളി, കാലാബുർഗി, മംഗളൂരു, മൈസൂരു, ശിവമോഗ, ഉടുപ്പി, എറണാകുളം, കണ്ണൂർ, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തൃശൂർ, തിരുവനന്തപുരം ഈ സ്ഥലങ്ങളിലൊക്കെ എക്സാമിനേഷൻ സെന്റേഴ്സ് അവൈലബിൾ ആയിരിക്കും. അപ്പൊ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങളിപ്പോ കേരളം ആണെങ്കിൽ തിരുവനന്തപുരം, തൃശ്ശൂര്, കോഴിക്കോട്, കൊല്ലം, കോട്ടയം, കണ്ണൂർ, എറണാകുളം ഈ സ്ഥലങ്ങളിൽ, ഈ ജില്ലകളിൽ എക്സാമിനേഷൻ സെന്റേഴ്സ് ഉണ്ടാവുന്നതാണ്. ഓക്കെ, ബാക്കി ഒരുപാട് റീജിയൻസ് ഉണ്ട്. പുറത്തോട്ടൊക്കെ വെക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് സദേൺ റീജിയൻ, വെസ്റ്റേൺ റീജിയൻ, ഇങ്ങനെ റീജിയൻസ് തിരിച്ച് വെക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ 2 ടയർ ആയിട്ടുള്ള എക്സാം ആണ്, 2 ലെവലായിട്ടുള്ള എക്സാം ആണ്. ആദ്യത്തെ എക്സാം എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ്. അപ്പോൾ അതിന്റെ സിലബസ് എന്ന് പറയുന്നത് ജനറൽ ഇംഗ്ലീഷ്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ്, ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ അവയർനെസ്. 90 മിനിറ്റ്സിന്റെ ടെസ്റ്റ് ആണ്. 120 മിനിറ്റ്സ് സ്ക്രൈബ് ആവശ്യമുള്ളവർക്ക് എലിജിബിൾ ആയിരിക്കും. 120 മിനിറ്റ്സ്. അപ്പോൾ 100 മാർക്കിന്റെ പരീക്ഷ 90 മിനിറ്റ്. ജനറൽ ഇംഗ്ലീഷ് 25 മാർക്ക്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് 25 മാർക്ക്, ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് 25 മാർക്ക്, ജനറൽ അവയർനെസ് 25 മാർക്ക്. ഇങ്ങനെയായിരിക്കും സിലബസ് വരുന്നത്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, MCQ ആയിരിക്കും. ഇംഗ്ലീഷിലും ഹിന്ദിയിലും ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. ഓരോ റോങ് ആൻസറിന് 0.25 മാർക്ക് വീതം ഡിഡക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി രണ്ടാമത്തെ പേപ്പർ എന്ന് പറയുന്നത്, അപ്പോൾ ആദ്യത്തെ പേപ്പറിന് ക്വാളിഫൈ ചെയ്തിട്ടുള്ളവർക്ക് റിസൾട്ടിന് ശേഷം അവർ ക്വാളിഫൈഡ് ആണെങ്കിൽ രണ്ടാമത്തെ പേപ്പർ എഴുതാൻ വേണ്ടി അവർക്ക് ഹോൾ ടിക്കറ്റ് വരുന്നതാണ്. അപ്പോൾ രണ്ടാമത്തേത് ഡിസ്ക്രിപ്റ്റീവ് ആണ്. 50 മാർക്കിന്റെ 25+25, അതായത് 25 മാർക്കിന്റെ ഷോർട്ട് എസ്സേയും പിന്നെ ഒരു ലെറ്ററും. ഇംഗ്ലീഷ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഓർ എനി ലാംഗ്വേജ് ഇൻക്ലൂഡഡ് ഇൻ ദ 8th ഷെഡ്യൂൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ 8th ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്ന ഏതൊരു ലാംഗ്വേജിലോ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റുന്നതാണ് ഷോർട്ട് എസ്സേയും ലെറ്ററും. 45 മിനിറ്റ്സ് ആയിരിക്കും ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. സ്ക്രൈബ് ആവശ്യമുള്ളവർക്ക് 60 മിനിറ്റ്സ് കിട്ടുന്നതായിരിക്കും. പെൻ ആൻഡ് പേപ്പർ മോഡ് എക്സാം ആണ്. ഓക്കെ, അപ്പൊ ഇതും കൂടി കഴിഞ്ഞിട്ടായിരിക്കും. ഇതെന്ന് പറയുന്നത് ക്വാളിഫയിങ് നേച്ചർ ആണ്, നെഗറ്റീവ് മാർക്കിംഗ് ഒന്നുമില്ല. ഈ പേപ്പർ 2 എന്ന് പറയുന്നത് ക്വാളിഫയിങ് നേച്ചർ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് അവർ റിസൾട്ട് ഇടുന്നതാണ്. അപ്പോൾ റിസൾട്ടിൽ നിങ്ങൾ ഉൾപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ എക്സാം CBE പേപ്പർ 1ന്റെ ഇംഗ്ലീഷ് ലാംഗ്വേജ്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ്, ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ അവയർനെസ്, ഇതിൽ പഠിക്കേണ്ട സിലബസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹവൽദാർ പോസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും കൂടെ ഉണ്ടായിരിക്കും. MTSന് ഇല്ല. ഹവൽദാർ പോസ്റ്റ് ആണെങ്കിൽ ഒരു PETയും കൂടെ ഉണ്ടായിരിക്കും. അതായത് വാക്കിങ്ങും സൈക്ലിങ്ങും. മെയിൽ കാൻഡിഡേറ്റിനും ഫീമെയിൽ കാൻഡിഡേറ്റിനും ഡിഫറെന്റ് ആയിട്ടാണ്. മെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ വാക്കിംഗ് 1600 മീറ്റർ 15 മിനിറ്റ് കൊണ്ട് ഫിനിഷ് ചെയ്യണം. ഫീമെയിൽ ആണെങ്കിൽ 1 കിലോമീറ്റർ, അതായത് 1000 മീറ്റർ 20 മിനിറ്റ് കൊണ്ട് ഫിനിഷ് ചെയ്താൽ മതി. ഇനി സൈക്ലിംഗ് ടെസ്റ്റും ഉണ്ടായിരിക്കും. മെയിൽ കാൻഡിഡേറ്റിന് 8 കിലോമീറ്റർ 30 മിനിറ്റും ഫീമെയിൽ കാൻഡിഡേറ്റിന് 3 കിലോമീറ്റർ 25 മിനിറ്റും കൊണ്ട് ഫിനിഷ് ചെയ്തിരിക്കുന്ന. ഓക്കെ, അപ്പൊ ഹവൽദാർ പോസ്റ്റിന് PET ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും കൂടി ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ
ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ്, അതായത് ഹൈറ്റ് വെയിറ്റ് ഒക്കെ നോക്കുന്ന അതും ഉണ്ടായിരിക്കും ഹവൽദാറിന് മാത്രം. ഓക്കെ, മെയിലിനും ഫീമെയിലിനും ഉള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഇതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും, കാരണം 10th ക്വാളിഫിക്കേഷൻ ആണ്. അപ്പോൾ നിങ്ങൾ ഏജ് ലിമിറ്റിന്റെ ഉള്ളിൽ വരുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും കൊടുക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു വിവരം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക് യു.